ഇന്നലെ നമ്മള് ഇയാളുടെ കൂടെയുള്ള ഈശ്വർ എന്ന് പറയുന്ന ഭൃത്യന്റെ പ്രത്യേകത പറഞ്ഞു അല്ലേ? ഉച്ചയ്ക്ക് ചാപ്പാട് കഴിക്കുക, ഒന്ന് കുളിക്കുക, പിന്നീട് എന്ത് ചെയ്യുക, ഒന്ന് ചാപ്പാട് കഴിക്കുക, പിന്നീട് തമിഴ് ത്രില്ലറുകൾ വായിക്കുക, എന്നിട്ട് ആള് കിടന്ന് ഉറങ്ങും. തമിഴ് ത്രില്ലർ റണ്ണിങ് ടു 100 പേജസ്, 100 കണക്കിന് പേജുകളുള്ള ഈ പുസ്തകമാണ് അവൻ വായിച്ചു തള്ളുന്നത്. His imaginative descriptions and narrative flourishes would hold ഈശ്വരൻ in thrall. ഈ കഥാപ്രപഞ്ചത്തിനകത്ത് ഇയാൾ പെടുമ്പോൾ കുറെ നേരത്തേക്ക് അതിന്റെ ഭയപ്പാടിൽ അന്തം വിട്ടിരിക്കും. അതായത് നിങ്ങളൊക്കെ ഹൊറർ സിനിമയൊക്കെ കണ്ടിട്ട് കുറച്ചു ദിവസം രാത്രിയൊന്നും പുറത്തിറങ്ങൂലല്ലോ. അത് നമുക്ക് വേണമെങ്കിൽ ത്രാൾ എന്ന് പറയാം. അതിനെ ഭയപ്പെടുത്തുന്ന മാനസികാവസ്ഥയാണെന്ന് പറയുന്ന ത്രാൾ, എൻത്രാൾ എന്നും പറയാറുണ്ട്. His own descriptions were greatly influenced by the Tamil authors that he read. ഇംഗ്ലീഷില് വളരെ പ്രസിദ്ധമായ ഒരു പറച്ചിലുണ്ട്, സേയിങ് ഉണ്ട്. Say to me what you are reading, then I can say that who you are. നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ എന്താണെന്ന് എന്നോട് പറയൂ, എങ്കിൽ നിങ്ങൾ ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ വായിക്കുന്ന പുസ്തകം എന്താണെന്ന് എന്നോട് നിങ്ങൾ പറയൂ, നിങ്ങൾ ആരാണെന്ന് പറയാൻ പറ്റും. നിങ്ങൾ എപ്പോഴും എന്താണ് വായിക്കുന്നതെന്ന് കരുതൂ, ഹൊറർ സിനിമ കഥകളാണ് വായിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും, ഹൊററിനോട് താല്പര്യമുള്ള ആളായിരിക്കില്ലേ. നിങ്ങൾ കൊള്ള സംഘങ്ങളെ കുറിച്ചൊക്കെയാണ് വായിക്കുന്നെങ്കിലോ മിക്കവാറും അതിനോട് താല്പര്യമുള്ള ആളായിരിക്കും. നിങ്ങൾ പ്രേമം, റൊമാൻറ്റിക് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് വായിക്കുന്നതെങ്കിൽ ഒത്തിരി കാൽപ്പനിക സ്വഭാവമുള്ള ആളായിരിക്കും. അതേസമയം യു റീഡ് അബൌട്ട് പോളിറ്റിക്സ് ഓൾവേസ്, ദെൻ യുവർ ഇൻട്രസ്റ്റ് ഈസ് ഇൻ പൊളിറ്റിക്സ്. അതുപോലെയാണ് സിനിമയും അല്ലെ. ഇപ്പൊ ചിലരെയൊക്കെ കണ്ടാൽ പാചകക്കുറിപ്പാണ് കൂടുതലും വായിക്കുന്നതെന്ന് തോന്നും, റെസിപ്പീസ്. ഓക്കെ, കളിയാക്കിയല്ല. അപ്പൊ എന്നെ കണ്ടാൽ തന്നെ ഞാനും കൂടുതൽ എന്താണ് വായിക്കുന്നതെന്ന് തോന്നും, റെസിപ്പീസ് ആണെന്ന് തോന്നുന്നു. Quite unfortunate. When he was narrating even the smallest of incidents, he would try to work in suspense and a surprise ending into the account. ഇവൻ ഇങ്ങനെ ഇത്തരം കഥകൾ വായിച്ചു വന്ന കുഴപ്പം എന്താണ്, ഇവൻ ചെറിയൊരു സംഭവം പറഞ്ഞാൽ പോലും അവസാനം ഭയങ്കര ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ നിലനിർത്തിയേ പറയുള്ളൂ. കിണറ്റിങ്കര ഇവൻ വെള്ളം കോരാൻ പോയി എന്നിരിക്കട്ടെ, ആ വെള്ളം കോരാൻ പോയതിനെ കുറിച്ച് അവൻ പറയുന്നതാണെങ്കിൽ, ഞാനൊരു 10-10:30 മണിയായപ്പോ കിണറ്റിങ്കരയിലേക്ക് ചെന്നു, അവിടെ ആരും തന്നെ ഇല്ല. ഞാൻ മെല്ലെ ആ തൊട്ടി കിണറ്റിലേക്ക് ഇറങ്ങി, കര ശബ്ദത്തോടെ തൊട്ടി അകത്തേക്ക് പോയി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, തൊട്ടിയിൽ പകുതി വെള്ളമായപ്പോ പൊക്കി ഒരു ഇടി ഇടിച്ചു, ബ്ലും, തൊട്ടി നിറഞ്ഞു. ഞാൻ അത് മെല്ലെ കോരി കരയിൽ വെച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ അന്തം വിട്ടി, എന്നിട്ട് ഞാനത് വീട്ടിൽ കൊണ്ടുവന്നു. വളരെ നിസ്സാര ഒരു കാര്യത്തിനെ പോലും ഇയാൾ എന്ത് ചെയ്യുന്നു പറയുന്ന ഒരു ത്രില്ലർ അവതരിപ്പിക്കുന്ന കണക്കാണ് അവതരിപ്പിക്കുന്നത്. നോക്കൂ, ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ദാറ്റ് ഹി ഹാഡ് കം അക്രോസ് ആൻ uprooted tree on the highway, ഇവൻ വരുന്ന വഴിക്ക് റോഡില് ഒരു മരം പുഴുതു കിടക്കുകയാണെന്ന് കരുതുക. ഇപ്പൊ അത് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാം. He would say, with eyebrows suitably arched and hands held out in a dramatic gesture, കൈയൊക്കെ ആ മരത്തിനെ തന്നെ ഇങ്ങനെ കാണിച്ചാണ് ആള് പറയുന്നത്. The road was deserted. പുള്ളി തുടങ്ങിയാണ്, എന്താണ്, വഴിയിലൊരു മരം വീണ് കിടക്കുകയാണ്. ഈശ്വർ പറയുന്നത് ഇങ്ങനെയാണ്, The road was deserted. റോഡ് വിജനമായിരുന്നു. And I was all alone. ഞാൻ ഒറ്റയ്ക്ക് വരുന്നു. Suddenly I spotted something that looked like an enormous bushy beast lying sprawled across the road. ഞാൻ നോക്കിയപ്പോ റോഡിൽ ഒരുപാട് കുറ്റിക്കാട് പോലെ രോമമുള്ള ഒരു ജീവി റോഡിൽ കിടക്കുന്നു.
അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഐ വാസ് ഹാഫ് ഇൻക്ലൈൻ ടു ടേൺ ആൻഡ് ഗോ ബാക്ക്. തിരിച്ചോടിക്കളഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു. ബട്ട് ആസ് ഐ കെയിം ക്ലോസർ ഐ സാ ദാറ്റ് ഇറ്റ് വാസ് എ ഫാളൻ ട്രീ. അടുത്തു വന്ന് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി അതൊരു വീണ് കിടക്കുന്ന മരമാണ്. എങ്ങനെയുണ്ട്? ഒരു മരം വഴി വീണ് കിടന്നാണ്. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അത് പക്ഷെ അത് രസകരമാണ് കേൾക്കാൻ. സാധാരണമായ ഒരു സംഭവം പോലും അയാൾ അവതരിപ്പിക്കുമ്പോൾ അത് ഗംഭീരമായിട്ട് അവതരിപ്പിക്കും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നല്ല സുഹൃത്താണ്, അധ്യാപകനാണ്. ഈ മഹാരാജ് ട്യൂട്ടോറിയൊക്കെ നടത്തുന്ന അജിത് ഗോവിന്ദ് എന്ന് പറയുന്ന ഒരു സാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ഒരുപാട് നാള് പഠിപ്പിച്ചിരുന്നത്. സ്റ്റുഡൻസ് തുടങ്ങിയ കാലത്തേക്ക് അദ്ദേഹം ഉണ്ട്. ഇങ്ങനെ ഒരു ദിവസം വന്ന് പഴയ പ്രേംനസീറിന്റെ ഒരു സിനിമാ കഥ, ഏതോ ഒരു ഈ വടക്കൻ പാട്ടുണ്ടല്ലോ, ആ കഥ പറയുന്നു. കഥ പറഞ്ഞ് നമ്മളെ പോകാൻ സമ്മതിക്കാതെയാണ് വിവരണം. നസീർ വരുന്നത്, ഉമ്മറുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം ഒരു സംഭവം പറഞ്ഞു. നസീറിന് ഒരു വലിയ അപകടം സംഭവിക്കാൻ പോകും. നമ്മൾ അയ്യോ നായകന് അപകടം സംഭവിച്ചെന്നിരുന്നുകൊണ്ട് ഇരുന്ന് പറഞ്ഞിട്ട് അന്തം വിട്ടപ്പോ അജ്ഗോ എന്ന് പറയുകയാണ് അതൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ അടിച്ചോടിച്ചു അയാളെ. ആ കഥയെ അയാൾ എന്ത് ചെയ്തത് അത്രയും പർവ്വതീകരിച്ചേ പറയുള്ളൂ. ഇതാണ് ഈശ്വരന്റെ മറ്റൊരു ക്യാരക്ടറിന്റെ മറ്റൊരു സവിശേഷത. ഇതാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യുന്നതാണ്, ഏത് കഥയും ഈ ഹൊറർ സ്റ്റോറി പറയുന്നതൊക്കെ പറയുള്ളൂ. നിങ്ങൾ അനുകരിച്ച് കളയരുത്. ഇന്നലെ നിങ്ങളുടെ സാറ് ചോദിക്കുന്നു, ഇന്നലെ അത്താഴം എത്ര മണിക്ക് കഴിച്ചു? സപ്പറപ്പ കഴിച്ചു. രാത്രി 1:30 മണി. അമ്മ അടുക്കളയിൽ നിൽക്കുന്നു, ചെറുതായിട്ട് കാറ്റടിക്കുന്നു, മരങ്ങളിലൂടെ കാറ്റ് കടന്നു പോകുന്ന ശബ്ദം കേൾക്കാം. പെട്ടെന്ന് കറണ്ട് പോയി. അടുക്കളയിൽ നിന്ന് ഒരു വലിയ ശബ്ദം. അയ്യോ, ഞങ്ങൾ ഓടിച്ചെന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് പാത്രം തറ വീണതാണ്. ഈ തരത്തിൽ പറഞ്ഞ ആളുകളെ വിരറ്റിക്കളയാണ്. അല്ലേ? നമ്മുടെ പല സിനിമകളും ഇങ്ങനെയാണ്. ഒന്നും കാണൂല അവസാനമാകുമ്പോ. അതിന്റെ ഒരു ആ ചുറ്റുപാടും പരിസരങ്ങളും കൊണ്ടാണ് നമ്മൾ വിരട്ടുന്നത്. ഓക്കെ ഓക്കെ Sprawled across the road, I was half inclined to turn and to go back. As I came closer, I saw that it was a fallen tree with its dry branches spread out. അതിന്റെ ഉണക്ക ചുള്ളിയൊക്കെ ശാഖകളൊക്കെ ഉണങ്ങിയതായിരുന്നു. Mahendra would stretch himself back in his canvas chair and listen to Ishwar's tale uncritically. ഇയാൾ പറയുന്നതിനെ വിമർശിക്കാതെ ആര് കേട്ടോണ്ടിരിക്കുന്നുള്ളതാണ്. ഇയാൾക്ക് രസമാണ് അത് കേൾക്കാവുന്നത്. അത് ഇയാൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ ഇത്തരം കഥകൾ പറഞ്ഞ് ഇയാളെ രാത്രി ഇങ്ങനെ ധന്യമാക്കാറുണ്ട്. ഈ ടെസ്റ്റിൽ ഈശ്വർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ചില സ്ഥലത്ത് ഈശ്വരൻസ് എന്നും എഴുതിയിട്ടുണ്ട്. നമ്മളെ മലയാളീകരിക്കുമ്പോഴാണ് അതിനെ ഈശ്വരൻ എന്ന് പറയുക. കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഈശ്വർ. The place I come from this is famous for timber. ഈശ്വരൻ would begin. ചിലപ്പോ ഇങ്ങനെ പറയും, ഞാൻ വരുന്ന എന്റെ സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും തടിയുള്ള സ്ഥലങ്ങളായിരുന്നു, മരങ്ങളുള്ള സ്ഥലങ്ങളായിരുന്നു. There is a richly wooded forest all around. നല്ല ഇടതൂർന്ന വനമാണ്. The logs are hauled on the lorries by elephants. ഇന്നും നമുക്ക് ഇത്രയും പുരോഗതി ഉണ്ടായിട്ടും അത് മാറിയിട്ടില്ല. തടി പിടിക്കാൻ വേണ്ടി ആരെ ഉപയോഗിക്കും? ആനയെ കുറിച്ച് ഞാൻ ശരിക്കും പഠിക്കുകയുണ്ടായി, ശരിക്കും വായിക്കുകയുണ്ടായി. മനുഷ്യനേക്കാൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മൃഗമാണ് ആരെന്ന് പറയുന്നത് ആന. അതിനെ ഒരു ഈർക്കില് കൊണ്ട് അടിച്ചാൽ പോലും ആനയ്ക്ക് ഭീകരമായിട്ട് വേദനിക്കും. മനസ്സിലായില്ലേ? അതിന്റെ നെർവ് സിസ്റ്റം അങ്ങനെയുള്ളതാണ്. ആനയ്ക്ക് നഖം ഉണ്ടാവും. ഉണ്ട്. അതിന്റെ കാല് കണ്ടിട്ടില്ലേ? നഖമാണ്. ആന വിയർക്കും. ആന വിയർക്കുന്നത് ആ നഖത്തിന് ചുറ്റുമായിട്ടാണ്. മനസ്സിലായില്ലേ? ആനയുടെ ഈ സർക്കസിലൊക്കെ ആനയുടെ ഈ നഖത്തിൽ ക്യൂടെക്സ് ഒക്കെ ഇട്ട് കൊടുക്കും വൃത്തിയിട്ടവന്മാർ. അത് ചെയ്തുകൂടാ. മനസ്സിലായി? ആനയുടെ സ്വേദഗ്രന്ഥികൾ അല്ലെങ്കിൽ വിയർപ്പ് ഗ്രന്ഥികൾ, സെറ്റ് ഗ്ലാൻഡ് വരുന്നത് ആ നഖത്തിന് ചുറ്റുമായിട്ടാണ്. അപ്പൊ നോക്കിയാണ് ഈ വെയിലത്ത്, നമ്മളെന്ന് പറഞ്ഞാൽ വെയിലത്ത് കൊണ്ട് നിർത്തി നമ്മളെ എല്ലാ സ്ഥലത്തൂടെയും വിയർക്കൂലേ? നമ്മൾ ഈ ശാരകര പറമ്പിലൊക്കെ ഉത്സവം നടക്കുന്ന നമ്മുടെ ഈ അശ്വതി ഭരണി സമയത്ത് അല്ലെങ്കിൽ
ഈ നമ്മുടെ മാർച്ചിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ നടന്നാൽ തന്നെ വെട്ടി വിയർക്കും. ഒരു ഷർട്ട് ഇട്ട് നമ്മൾ കുളിച്ച് കണക്കാവൂലേ? അപ്പൊ അങ്ങനെയുള്ള പകലുകളിലാണ് ആനയെ എവിടെ കൊണ്ട് നിർത്തുന്നത്? ആനയെ കൊണ്ട് ഉത്സവത്തിന് ഘോഷയാത്രയ്ക്ക് കൊണ്ട് നിർത്തുന്നത്. ഈ ആന വനങ്ങളിലായിരിക്കുമ്പോ വേനലാവുമ്പോ ഈ പിന്നെ ഉൾവനങ്ങളിലുള്ള കയങ്ങളുണ്ട്, നദികളുണ്ടല്ലോ, അതിൽ പോയി മുങ്ങി മണിക്കൂറുകളോളം കിടക്കും. ഈ വിയർപ്പ് അത് പിന്നെ ഇല്ലാതാവുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിലേക്ക് വേണ്ടിയാണ് അത് മണ്ണ് വാരി ഇങ്ങനെ പുറത്തിടുന്നത്. ആ ആനയുടെ പുറത്ത് ചെറുതായിട്ട് അടിച്ച് ആന എങ്ങനെയാണ് അനുസരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? മാരകമായ കൊടിയ ശിക്ഷകളാണ് നൽകുന്നത്. ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ആനയുടെ തോട്ടി എന്ന് പറഞ്ഞ സാധനം കയ്യിൽ വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? മൂർച്ചയേറിയ ആ സാധനം കൊണ്ട് ആനയുടെ ചെവിയുടെ എവിടെ ഇട്ട് പിടിക്കും, പ്രാണം പോവും. അതിന്റെ ഭയമാണ് അത് അവിടെ വരേണ്ടിരിക്കുന്നത്, അല്ലാതെ അനുസരണയില്ല, അതിന്റെ വേദന. ആന ഭയങ്കര മനുഷ്യനെ നമ്മളെ അത്രയൊന്നും ബുദ്ധിയുള്ള ജീവിയല്ല, പക്ഷെ ഏതാണ്ട് അതിന് ചില ശീലങ്ങളുണ്ട്. ആണാന 25 വയസ്സിന് ശേഷമേ കല്യാണം കഴിക്കും. അത് വളരെ ശാസ്ത്രീയമാണ്. അതുകൊണ്ട് അതിന്റെ രക്തബന്ധത്തിലുള്ള ഒരു ഇണയെ അത് സ്വീകരിക്കില്ല. ഒരു ഗന്ധം ഏതാണ്ട് 40 വർഷക്കാലം വരെ അതിന് ഓർമ്മിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആനയ്ക്ക് ഗന്ധം തിരിച്ചറിയാൻ കഴിയും. 40 വർഷക്കാലം തിരിച്ചറിയാൻ കഴിയും. അതിന്റെ എന്താണ് നോസ് എന്ന് പറയുന്ന തുമ്പിക്കൈയാണ്. അതുപോലെ തന്നെ അതിന്റെ ഉൾവാക്കകത്തും ഈ മണം തിരിച്ചറിയാനുള്ള ഒരു 2 സാധ്യതകളാണ് അതിനുള്ളത്. അത് ഈ ഏതാണ് ഉണ്ണാക്കെന്ന് പറയില്ല, നമ്മുടെ വായുടെ അങ്ങേറ്റത്താണെന്നുള്ളത്. അതാണ് ആന കൂടെ അവിടെ ഇവിടെയൊക്കെ കൈ കഴിയിട്ടു തുമ്പിക്കായി വായിക്കാത്ത വെക്കുന്നുണ്ടോ? ആ ഗന്ധം കുറെ കൂടെ ശക്തമായിട്ട് തിരിച്ചറിയാനാണ്. ഇതിനെക്കുറിച്ച് രസകരമാണ്. നിങ്ങൾ ഈ ഇന്റർനെറ്റിൽ കയറി ആനയെ കുറിച്ചുള്ള എല്ലാ സവിശേഷതകളും നമുക്ക് പഠിക്കാൻ പറ്റും. വേറൊരു കാര്യമുണ്ട്, അത് പക്ഷെ സ്വല്പം മതപരമാണ്. ഇവിടുത്തെ മതവിശ്വാസികളെയൊക്കെ പ്രശ്നമാണ്. ഈ ഗണപതി ഉണ്ടല്ലോ, ഗണപതിയെ കുറിച്ചുള്ള ഒരു ഒബ്സർവേഷൻ, ഗണപതിയെ കുറിച്ചുള്ള വലിയ പഠനം ഈ പുരാതന തമിഴ് യൂണിവേഴ്സിറ്റി അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന, തമിഴിനെ കുറിച്ച് സംഘകാല കൃതികളെ കുറിച്ചും ഒക്കെ ഗവേഷണം നടത്തുന്ന ഒരു വിഭാഗമുണ്ട്. ശ്രീലങ്ക ബേസ് ആണ് അവര്. അവരുടെ ഒരു അനുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിനകത്ത് മൊത്തം സിദ്ധന്മാരാണ് ഉണ്ടായിരുന്നത്. മനസ്സിലായില്ല? ആദിമ സിദ്ധനാണ് ശിവൻ എന്നാണ് അവർ പറയുന്നത്. സിദ്ധൻ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ഇല്ലേ, അദ്ദേഹം ഒരു സിദ്ധനാണ്. അതുപോലെ അതിന്റെ പൂർവ്വ മാതൃക പണ്ടുള്ളത് ആദ്യത്തെ സിദ്ധന്റെ പേരാണ് ശിവൻ. അവര് പറയുന്ന കുമരികാണ്ഡം അല്ലെങ്കിൽ ലിമോറിയ എന്ന് പറയുന്ന ഭൂഖണ്ഡ ഭാഗത്തിലാണ് ജീവിച്ചിരുന്നതെന്നാണ് പറയുന്നത്. തമിഴ് സംഘത്തിന്റെ ആദ്യത്തെ അധ്യക്ഷനൊക്കെ ശിവനായിരുന്നു. ശിവൻ ജീവിച്ചിരുന്ന ആളാണെന്നാണ് പറയുന്നത്. ഈ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് പോലെ ശിവൻ വിവാഹിതനോ അങ്ങനെയൊന്നും അല്ല എന്നാണ് പറയുന്നത്. ബ്രഹ്മചാരിയായ ഒരു സന്യാസിവര്യനായിരുന്നു ശിവൻ എന്നാണ് പറയുക. അപ്പൊ ഈ പിന്നീട് വന്ന സിദ്ധന്മാരെ തമിഴ്നാട്ടിലെ ഒരു വിഭാഗമാണ് കൊണ്ടു നടക്കുന്നത്. അവിടുത്തെ തമിഴ്നാട്ടിലെ പുരാതന ട്രേഡേഴ്സിനെ വിളിക്കുന്ന പേരാണ്, അവരെ വിളിക്കുന്ന ഒരു വാണികാസ് എന്ന് പറയും. നമ്മുടെ ഇവിടെ അവരെ ചെട്ടിയാർ, അവിടെയും ചെട്ടിയാരെന്ന് വിളിക്കും. ഇവിടുത്തെ ചെട്ടിയാരന്മാർ സമ്പന്നനാണ്, പക്ഷെ ഇതിനേക്കാൾ വലിയ സമ്പന്നന്മാരാണ് തമിഴ്നാട്ടിലെ ചെട്ടിയാരന്മാരാണ്. അവർ പുരാതന കച്ചവടക്കാരായിരുന്നു. ഇവരാണ് ഈ സിദ്ധന്മാരെ ലോകത്തിന്റെ വിവിധ ഒരു അറിവ് തേടി സിദ്ധന്മാർ യാത്ര ചെയ്യുമായിരുന്നു. അപ്പൊ ഈ കച്ചവട സംഘത്തിന്റെ കൂടെ സിദ്ധന്മാര് യാത്ര ചെയ്യുമായിരുന്നു. ആ സിദ്ധന്മാരുടെ സിമ്പലായിട്ടാണ് ഇവർ ഗണപതി സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്. അതിനെ അവർ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ ആനയുടെ തലയും ഈ ചെട്ടിയാരന്മാരുടെ ഉടലുമാണ്. ആരെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? അത് സിദ്ധന്മാരെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. വെൻ യു വർഷിപ്പ് വിനായക ഓർ ഗണപതി, യു വർഷിപ്പ് ലോർഡ് ശിവ. അതാണ് വലിയ വിഷയമാണ്. അത് നിങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പൊ ആനയെ കൊണ്ടാണ് തടി പിടിപ്പിക്കുന്നത്. ഇന്നിപ്പോ JCB ഒക്കെ ആയില്ലേ, ക്രെയിൻ ആയില്ലേ, ആ പാവ ജീവിയെ വെറുതെ വിട്ടൂടെ? അല്ലെ? ഒരു നല്ല ആനയ്ക്ക് 5-6 ലക്ഷം രൂപയാവും. അതിന് അത്രയും പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു മിനി ക്രെയിൻ വാങ്ങിക്കാൻ പറ്റും. ആനയാണെന്ന് പറയാൻ മരിച്ചു പോകും, ക്രെയിൻ ആവുമ്പോൾ മരിച്ചു പോകില്ല. അതാണ് പ്രത്യേകത, ഡിഫറൻസ്. ആന മരിച്ചു എന്ന് നമ്മൾ പറയും, എന്താ പറയാ, ചരിഞ്ഞു എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ഡൈഡ് തന്നെ കേട്ടാ, വേറെ വാക്കൊന്നുമില്ല. അപ്പൊ ഇതാണ് the logs are hauled onto the lorries by elephants. They are huge well-fed beasts. എങ്ങനെയുള്ള മൃഗങ്ങളാണെന്നാണ് പറയുന്നത്? നല്ല വെൽഫെഡ് ബീസ്റ്റുകളാണ്. വെൽഫെഡ് ബീസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ആന എന്ന് പറയാം. When they turn wild, even the most experienced mahat,
പാപ്പാന്റെ ഇംഗ്ലീഷ് പറഞ്ഞു. പാപ്പാന്റെ ഇംഗ്ലീഷ് കളിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞു മാഹട്ട എന്താണ് എന്റെ പേര്? മാഹട്ട, MASOUT കേട്ടാ. Well-fed beasts, when they turn wild, even the most experienced Mahat is not able to control them. ഈ ആനയ്ക്ക് മതം പൊട്ടും എന്നാണ് പറയുക. എന്താണെന്ന് പറഞ്ഞാൽ ഈ ആനയ്ക്ക് നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ്, ആനയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ അത് 2 വർഷത്തിലൊരിക്കലാണ് ഇണചേരുന്നത്. ആ ഇണചേരാനുള്ള സമയമാകുമ്പോ ഈ ആന ഒരു വല്ലാത്ത അതിന്റെ ഈ നെറ്റിയിൽ നിന്നിട്ട് സൈഡിൽ നിന്നൊക്കെ ഒരുതരം സ്രവം ലിക്വിഡ് ഊറാൻ തുടങ്ങും. അത് അതിന്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയാണ്. 2 വർഷത്തിലൊരിക്കലാണ് ഇത് സംഭവിക്കുന്നത്. ആ സമയത്ത് ഒരു നിയന്ത്രണം, ഇണ ചേരുക എന്ന് പറയുന്ന ബോധം മാത്രമേ ആർക്കുള്ളൂ? ആണാനയ്ക്കുള്ളൂ. അപ്പൊ ഈ ഗന്ധം ഇണയ്ക്ക് കിട്ടും. ഭയങ്കര അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. മറ്റ് പിടിയാനയ്ക്ക് അത് എത്ര കിലോമീറ്റർ ദൂരെ നിന്നാലും ഈ ഗന്ധം കിട്ടും. അപ്പൊ ഈ സ്രവം, ഈ ദ്രാവകം എന്ന് പറഞ്ഞാൽ അത് കാണുന്ന മരങ്ങളിലും അവിടെ ഇവിടെയൊക്കെ തേച്ചാണ് പോകുന്നത്. ഇപ്പോ നാട്ടാനയെ സംബന്ധിച്ചിടത്തോളം അതിന് ഈ അവസരം ഇല്ലാന കെട്ടിയിട്ടേക്കും. എന്തൊരു ക്രൂരതയാണെന്ന് ആലോചിക്കുക. വനത്തിൽ സ്വതന്ത്രമായിട്ട് ഇണചേരാൻ കഴിയുന്ന ആനയെ നമ്മളെ ഇവിടെ അമ്പലത്തിൽ കൊണ്ടുവന്ന് ആവശ്യമില്ലാത്ത വിഗ്രഹങ്ങളൊക്കെ എടുത്ത് അതിന്റെ മണ്ടയിൽ വെച്ചു കൊണ്ടുപോകുന്നു. ഈ ആനയെ അവിടെ കെട്ടിയിട്ടേക്കും. ഈ സമയത്ത് ആനയ്ക്ക് ഭ്രാന്ത് പോലെയാണ്. ഇത് നല്ല പാപ്പാന്മാർക്ക് മാത്രമേ എന്തറിയാൻ പറ്റുള്ളൂ, ഇതിന് ഈ സമയമായി എന്നറിയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ചിലപ്പോ ഉത്സവ പറമ്പിൽ നിൽക്കുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിന് ഈ മതം പൊട്ടുന്നത്. സഖ്യന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായ ഒരു കവിതയുണ്ട്, ഇലപ്പള്ളിയുടെ ആണെന്ന് തോന്നുന്നു. ഇതാണ് അവസ്ഥ. മതം പൊട്ടി നിൽക്കുന്ന, മതപ്പാടിൽ നിൽക്കുന്ന ആന ഭ്രാന്തിന്റെ ഒരു കാഴ്ചയാണ്. അപ്പൊ കൈ കിട്ടുന്നതിനൊക്കെ എന്ത് ചെയ്യും? ചാവട്ടി പിരിക്കും. ഇതിന് ഈ ആന എഴുന്നള്ളത്ത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിരോധിക്കാനുള്ള സമയമേ കഴിഞ്ഞ് കാട്ടിലേക്ക് വിട്ടുകളയുക. ഇപ്പൊ അതിനെ കൊണ്ട് ചെയ്യിക്കുന്ന പണ്ട് യുദ്ധം ചെയ്യാൻ, പിന്നെ ഈ നമ്മുടെ ദൈവങ്ങളെയൊക്കെ എന്താണെന്നാണ് പറയുന്നത്. ഇതിപ്പോ ഇത് കണ്ടിട്ട് എല്ലാ മതങ്ങളും ആനയെ ഉപയോഗിക്കുന്നുണ്ട് ഉത്സവത്തിന്, വിഗ്രഹത്തിനെ കൊണ്ടുപോകാൻ. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. അതിന്റെ പുറത്തിരുന്നാലേ ഭഗവാൻ ഉറക്കം വരും. ജെസിബിയിൽ കൊണ്ടു നടക്കണം, അതല്ലേ നല്ലത്. വലിയ വില കൂടിയ ജെസിബിയിൽ കൊണ്ടുപോയാൽ മതി. മോശമായ കാര്യമാണ്. അപ്പൊ ഇതിന് വൈൽഡാണ്. അതുകൊണ്ട് ഈ ആന എഴുന്നള്ളത്ത്, ആന പോകുന്ന വഴിയിലൊന്നും ചെന്ന് ആവശ്യമില്ലാതെ നിൽക്കരുത്. മറ്റേ അതിന്റെ പുറത്ത് യാത്ര ചെയ്യുന്നവന് ഇതിനെ മെരുക്കി ഇത് കൊണ്ടു നടക്കുന്നവർക്ക് ഭ്രാന്താണ്. അവരെ ഭ്രാന്ത് അങ്ങനെ പോയിക്കോട്ടെ. നമ്മൾ ചെന്ന് നിന്ന് അയ്യമ്മ ആനയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. ഇതിന് വട്ടാവോ അത് കുമ്പി കൈ തൂക്കി തറയിട്ടിട്ട് രണ്ടായിട്ട് കടകട വലിച്ചു കയറിയ 2 പേരിടത്തിലായിട്ട് എറിയും. പിന്നെ ഓപ്പറേഷൻ ചെയ്യാം, പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട, എല്ലാം തുള്ളി പറക്കി എടുത്താൽ മതി. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. സോ ഇറ്റ്സ് ഡേഞ്ചറസ്. അപ്പൊ ഇവന്റെ കഥ ഇങ്ങനെയാണ്. ഇവർക്ക് മതമിളകിയാൽ എന്താണ്, നല്ല പാപ്പാമാർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയില്ല. ആഫ്റ്റർ ദ പ്രൊലോഗ്, ഈശ്വരൻ വുഡ് ലോഞ്ച് ഇൻടു ആൻ എലാബറേറ്റ് അനക്ഡോട്ട് ഇൻവോൾവിംഗ് ആൻ എലിഫന്റ്. ഇതിനുശേഷം ഇയാൾ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ആനയെ കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ സംഭവ കഥകൾ പറയും. ഈ ആനയെ കുറിച്ച് ഒരുപാട് ഐതിഹ്യ കഥകളാണ് പറഞ്ഞു തള്ളുന്നത്. ഒരുപാട് കഥകളാണ്. ആനയ്ക്ക് ഭയങ്കര ഓർമ്മയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഈ ആന പണ്ട് കുഴിയിൽ വീണ ഒരാളിനെ രക്ഷിച്ചതും അത് അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ഭയങ്കര കഥകളാണ് പറയുന്നത്. ആന പിന്നെ PG കഴിഞ്ഞ ആളാണല്ലോ, ഇതെല്ലാം പരീക്ഷ പാസ്സാവായി. മറ്റു മൃഗങ്ങളെക്കാൾ കുറച്ചുകൂടെ ഉയർന്ന ബുദ്ധിയാണെന്ന് കരുതുക. വൺ ഡേ, ഒരു കഥ പറയണമേ. വൺ ഡേ എ ടസ്കർ എസ്കേപ്ഡ് ഫ്രം എ ടിംബർ യാർഡ് ആൻഡ് ബിഗാൻ ടു റോം എബൌട്ട്. ഒരു കൊമ്പൻ എന്ത് ചെയ്തു, കടിമിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ ഈ കൂപ്പിന്ന് രക്ഷപ്പെട്ടു. സ്റ്റാമ്പിംഗ് ഓൺ ബുഷസ്, ടിയറിംഗ് അപ്പ് വൈൽഡ് ക്രീപ്പേഴ്സ് ആൻഡ് ബ്രേക്കിംഗ് ബ്രാഞ്ചസ് അറ്റ് വിൽ. കാടൊക്കെ അടിച്ച് തകർത്ത് പോവുകയാണ്. അനക്ക് ഭ്രാന്തായി പോകുമ്പോഴത്തെ വഴിയിൽ നിൽക്കുന്ന ഒറ്റ ചവിട്ടാണ് കൊടുക്കുന്നത്. നമ്മളെ മാരുതിക്കാരൊക്കെ സെന്നൊക്കെ ഇങ്ങനെ കുത്തി കോർത്ത് ഈ ഓട്ടോറിക്ഷയൊക്കെ എടുത്ത് കൊടയടിയത്, ഫുട്ബോൾ കളിക്കുവാനായിട്ട്. ഈ അടുത്തിടെ ഞാനൊന്ന് വായിച്ചു, വാട്സപ്പിനകത്ത് വായിച്ചു, അതുകൊണ്ടാണ് അത് പറയാത്തത്. ഈ ആനയ്ക്ക് ലക്ഷണമൊക്കെ ഉണ്ട്. ഒരു എന്താന്ന് അങ്ങനെ പറയുന്ന രീതിയിൽ ആനയെ കൂട്ടത്തോടെ പിടിക്കുന്ന ഒരു രീതിയുണ്ട്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന രീതിയാണ്. ഒരു പറ്റ ആനയെ പിടികൂടും.
അങ്ങനെ പിടിച്ചാൽ ഒരു ആനയുടെ വാലില് എന്തോ കുഴപ്പമുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആനയാണ്. മറ്റാരും തന്നെ അത് വാങ്ങിച്ചില്ല. അതെന്തോ അപശകുനമാണെന്ന് പറഞ്ഞുകൊണ്ട് ആനയെ വാങ്ങിച്ചില്ല. പക്ഷെ അത് എന്തോ അയാളെ പേരെന്തോ എഴുതിയിരിക്കുന്നുണ്ട്. ഒരു സായിപ്പ് അതിനെ എടുത്തു, അതിന് നല്ലൊരു പാപ്പാനെ കൊടുത്തു. വലിയ സ്നേഹമുള്ള പാപ്പാൻ എന്നൊക്കെയാണ് പറയുന്നത്. കുഞ്ഞിനെ വളർത്തുന്നത് പോലെയാണ് ഈ ആനയെ വളർത്തിയത്. ഈ പാപ്പാന്റെ കൂടെ ഇത് 6 വർഷക്കാലം യാതൊരു കുഴപ്പമില്ല, ഡീസന്റ് ആന. ഈ പാപ്പാനെ കുമ്മിയ ഏതാണ്ട് ഒരു ഇംഗ്ലീഷുകാരന്റെ കൂടെയാണ്, പിയർസൺ ആന എന്നാണ് എന്റെ പേര്. ഞാൻ പേര് കൃത്യമായിട്ട് ഓർമ്മിക്കുന്നില്ല. ഇത് ഒരു 6 വർഷത്തോളം ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ പാപ്പാൻ പറയുന്ന കണക്ക് പാപ്പാൻ പറഞ്ഞ ഇരിക്കാൻ പറഞ്ഞ ഇരിക്കും, കിടക്കാൻ പറഞ്ഞ കിടക്കും. പാപ്പാന് ആഹാരം വരെ കൊണ്ടുകൊടുക്കുന്നതാണ് ഈ ആന. അതായത് ആനകളിൽ സാധാരണ ആനയേക്കാൾ ഭയങ്കര വലിപ്പമുള്ള ആന, ഭയങ്കര ചാപ്പാടുമാണ് ഈ ആന. ഈ പാപ്പാനെ എന്തോ കാര്യത്തിന് ആ സാഹിബ് കൊണ്ട് ബ്രിട്ടീഷുകാരുള്ള കാലയളവിലാണ് പാപ്പാനെ കൊണ്ടുപോയി 2ാം പാപ്പാനെയാണ് ഏൽപ്പിച്ചത്. 2ാം പാപ്പാൻ നേരത്തെ പറഞ്ഞ കണക്കാണ്, വെള്ളം അടിക്കുന്ന ആളാണ്. ഈ ആന അടിച്ച് നാശമാക്കി. ഇരുമ്പ്, അതായത് ഇവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ ദുഷ്ടത്തിലും ഈ ആനയുടെ ഞാൻ പറയും തോട്ടിയിട്ട് പിടിക്കുക, അതിനെ അടിക്കുക, അതിന്റെ മർമ്മങ്ങൾ അടിച്ച് തകർക്കുക, അതിന്റെ ഈ പാദത്തിൽ ഞാൻ പറഞ്ഞില്ല നഖത്തിന്റെ ഭാഗത്ത് അടിച്ചു കഴിഞ്ഞാൽ അതിന് പ്രാണസഞ്ചാരപ്പെടും. ആന ചെവിയിലിട്ട് പിടിക്കുക. അവസാനം ഇതിന്റെ ചങ്ങലക്കിട്ടേക്കായിരുന്നു. ഈ ആന ചങ്ങല പൊട്ടിച്ചിട്ട് ആ പാപ്പാനെ ചവിട്ടി അരച്ച്. സാധാരണ ആന എന്താണ്, വെജാണ്, അറിയാലോ, ഹെർബിവോറാണ്. ആന മാംസം കഴിക്കില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ആനയ്ക്ക് അതിഭയങ്കരമായ ദേഷ്യം വരുമ്പോ ഈ പച്ച മാംസം ഇവന്റെ കയ്യോ കാലോ ഒടിച്ചെടുത്തത് ചവച്ചു. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഈ ബ്രിട്ടീഷുകാര് ഈ ആനയ്ക്ക് ഈ ഭ്രാന്തളകുന്ന സമയത്ത് അത് ചെയ്യുന്നത്, ഇതെടുത്തിട്ട് അത് യാതൊരുവിധ ഉപയോഗമില്ലാത്തതാണ്. ഒരിക്കലും ആന എന്ത് ചെയ്യില്ല, മാംസാഹാരം കഴിക്കില്ല. പക്ഷെ അത് ചവയ്ക്കും അതിന്റെ കോപം തീരാൻ. നമുക്കും അത്തരത്തിൽ ദേഷ്യം വരാറില്ലേ? എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യാതെ ഭ്രാന്ത് അവസാനം എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്. ആ സമയത്താണ് വി ടേൺ ടു ബി അനിമൽസ്. മൃഗങ്ങൾ. ചിലരൊക്കെ ദേഷ്യം വന്നാൽ എന്ത് ചെയ്തോളെ എടുത്ത് കൊച്ചുങ്ങളെയൊക്കെ കൊന്നുകളഞ്ഞ കേസുകൾ വരെ ഉണ്ട്. ദേഷ്യം തെളിഞ്ഞു വരുമ്പോ ഞാനാണോ ഇത് ചെയ്തതെന്നാണ്. നമ്മളിൽ എല്ലാവരിലും ഉണ്ട് ഈ കുഴപ്പം. എനിക്കൊക്കെ ദേഷ്യം വളരെ അപൂർവമായിട്ട് ദേഷ്യം വരുന്ന ആളാണ്. പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ വിറക്കൊക്കെ ചെയ്യും. എന്തെങ്കിലും ചെയ്തല്ല അടങ്ങില്ല, അല്ലെ നല്ല അടി കിട്ടണം. അപ്പൊ അവന് പറഞ്ഞു ഞാനിവിടെ പോകും. ദേഷ്യം വരരുത്. നമ്മൾ അതിന്റെ ദേഷ്യം വേണമെന്നാണ് പറയുന്നത്. സോൾബെല്ലോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരാണ്, നോബൽ സമ്മാനം കിട്ടിയ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്, ആങ്കർ ഗീവ്സ് യു സെൽഫ് റെസ്പെക്ട് എന്നാണ്. ദേഷ്യം നിങ്ങൾക്ക് അന്തസ്സ് നൽകുമെന്നൂടെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? 25 മിനിറ്റ് ആവുമ്പോൾ മതിയാകും, ഒരുപാടായി പോകും. അപ്പൊ എന്താണ്, അപ്പൊ ഈശ്വരന്റെ കഥയാണ് ഈ ആനയെ കുറിച്ച് പറഞ്ഞു. ആന തകർത്ത് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ഈശ്വരൻ would get caught up in the excitement, and you know that sir, one day a tusker escaped from the timber yard and began to roam about, stamping on bushes, tearing up wild creepers and breaking branches at will. You know sir, how an elephant behaves when it goes mad. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവന്റെ ആശാന്റെ അടുത്ത് ചോദിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ആനന്ദ. മഹേന്ദ്രനോട് ചോദിക്കുന്നു, മഹേന്ദ്ര, അല്ല സാറിന് അറിയാമല്ലോ ആനയ്ക്ക് ഭ്രാന്ത് തോന്നുന്നത് എന്ത് സംഭവിക്കുന്നു, ഇയാൾക്ക് അറിയാമോ? അതിന് You know sir, how an elephant behaves when it goes mad. Ishwaran would get so caught up in the excitement of his own story that he would get up from the floor and jump about. ഈ കഥ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഈശ്വരൻ അങ്ങ് ആനയാവുകയാണ്. ആനയ്ക്ക് ഭ്രാന്തായെന്ന് പറഞ്ഞാൽ ഇയാൾ അവിടെ ഇരിക്കുന്നതൊന്ന് ചാടി എഴുന്നേറ്റ് ആന നടക്കുന്നതൊക്കെ ഇയാൾ കാണിക്കും. സ്റ്റാമ്പിങ് ഹിസ് ഫീറ്റ് ആൻഡ് എമുലേഷൻ ഓഫ് ദ മാഡ് എലിഫന്റ്. ആരെ അനുകരിക്കുകയാണ്? ആ മതം പൊട്ടിയ ആന എന്തൊക്കെ ചെയ്യുമോ അതുപോലെ ആ റൂമിനകത്ത് അഭിനയിച്ചുകൊണ്ട് കാണിക്കും. ഹീസ് എ മോഹൻലാൽ വൈ ടെല്ലിംഗ് എ സ്റ്റോറി. ആനെ അനുകരിച്ച് കാണിക്കും. The elephant reached the outskirts of our town. ഞങ്ങളുടെ പട്ടണത്തിന് പുറത്ത് ആന എത്തി. Breaking the fences down like matchstick. അവിടെയായിട്ട് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു വേലി ഉണ്ടായിരുന്നു. തീപ്പട്ടിക്കോല് ചവിട്ടി ഒടിക്കുന്നത് പോലെ ആന അത് ചവിട്ടി ഒടിച്ച് ആന എന്ത് ചെയ്തു നാളെ. താങ്ക് യു. ബാക്കി നമ്മൾ അതിന്റെ നോട്ട്